രാഷ്ട്രപതിയുടെ യാത്രയ്ക്കായി വഴിയൊരുക്കിയ 2 സുരക്ഷാ വാഹനങ്ങൾ ട്രാഫിക് പിഴ അടയ്ക്കാത്തവയെന്ന് പരാതി. വാഹനവ്യൂഹത്തിലുണ്ടായിരുന്ന 2 ഫോർച്യൂണർ കാറുകൾക്ക് 7-ലധികം പിഴകളാണ് ഒടുക്കേണ്ടത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ളതാണ് ഈ വാഹനങ്ങളെല്ലാം. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി പത്തനംതിട്ടയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്ര ദർശനം നടത്തിയത് ഒരു പത്തനംതിട്ട ജില്ലക്കാരനെന്ന നിലയിൽ ഏറെ അഭിമാനമാണ്. പ്രമാടം ഹെലിപ്പാഡിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രപതി സഞ്ചരിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ KL01CN 2998, KL01CN 2966 സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 ഫോർച്യൂണർ വാഹനങ്ങളാണ്. 2023 മുതൽ 25 വരെ പല ഫൈനുകൾ ആ 2 വാഹനങ്ങളിലും കിടപ്പുണ്ട്. നിയമം പാലിക്കണം എന്ന് പറയുന്നവർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ CN നാഗരാജു IPS പരാതി നൽകുകയും നിയമം ലംഘിച്ച പോലീസ് ഉദ്യോഗസ്ഥനിൽ തന്നെ ഫൈൻ ഈടാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോകുലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഗോകുല്, ഹെലികോപ്റ്റർ തള്ളിയത് കേരളം മറന്നിട്ടില്ല. ഇപ്പോഴിതാ വാഹനവ്യൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു VVIPയുടെ വാഹനവ്യൂഹത്തിലാണ് ഈ പിഴയടക്കാത്ത പിഴയൊടുക്കേണ്ട വാഹനങ്ങളും കയറിപ്പോയി കൂടിയത്. എങ്ങനെയാണ് ഇതൊന്ന് ന്യായീകരിക്കുക പോലീസ് വിഭാഗം? തീർത്തും അശ്രദ്ധമായിട്ടുള്ള നടപടികളാണ് ഈ രാഷ്ട്രപതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരുക്കിയത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഹെലികോപ്റ്റർ വിഷയത്തിന് ശേഷമാണിപ്പോൾ രാഷ്ട്രപതിക്കായി ഒരുക്കിയ വാഹന വ്യൂഹത്തിലെ 2 വാഹനങ്ങൾ ഇത്തരത്തിൽ പല രീതിയിൽ നിയമം ലംഘിച്ചിട്ട് പിഴ അടയ്ക്കാതെ തുടരുന്ന വാഹനങ്ങളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റെജോ വള്ളംകുളമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ പത്തനംതിട്ട പ്രമാണത്ത് നിന്നും ഹെലികോപ്റ്റർ ഇറങ്ങി പമ്പയിലേക്ക് രാഷ്ട്രപതിയുമായി പോയ 2 ഫോർച്യൂണർ വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിഴയടയ്ക്കാത്തത്. 2023 മുതൽ 25 വരെ ഒരു വാഹനത്തിന് 5 പിഴയടയ്ക്കാത്ത സംഭവവും മറ്റൊരു ഫോർച്യൂണർ വാഹനത്തിന് 2 കേസുകളുമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആകെ 7 പിഴകൾ നിലനിൽക്കുന്ന 2 വാഹനങ്ങളാണ് ആ വാഹന വ്യൂഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ വാഹനം ഓടിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പിഴ നിൽക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉടമസ്ഥതയിൽ പേരിലുള്ള 2 ഫോർച്യൂണർ വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിഴയടയ്ക്കാതെ നിയമവിരുദ്ധമായി ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആ 2 വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ സുരക്ഷാ വാഹനങ്ങളായിട്ട് നൽകിയത്. എന്തായാലും ഇതും ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്, പിഴവ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്.